ഒരു ഭർത്താവിന് എപ്പോഴാണ് ഭാര്യയെ മടുപ്പ് തോന്നുക? അങ്ങനെ മടുപ്പ് തോന്നുന്ന സ്പേസിലേക്കാണ് വേറൊരുത്തി കടന്നു വരുന്നത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. എപ്പോഴാണ് ഒരു ഭർത്താവിന് ഭാര്യയോട് മടുപ്പ് തോന്നുക എന്നറിയോ? അതായത് നമ്മുടെയൊക്കെ ഫാമിലി ലൈഫിൽ നിന്നൊരു പ്രശ്നമാണ്, ഭർത്താവിന് ഇപ്പോൾ ഒരു പഴയ പോലെ ഒരു സ്നേഹമില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പിന്നോടൊരു പരിഗണന ഇല്ല, അങ്ങനെ പല രീതിയിലുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ഞാൻ ആദ്യം പറയുന്നൊരു കാര്യം, ഒരു ഭർത്താവിന് എപ്പോഴാണ് ഭാര്യയെ മടുപ്പ് തോന്നുക? അങ്ങനെ മടുപ്പ് തോന്നുന്ന സ്പേസിലേക്കാണ് വേറൊരുത്തി കടന്നു വരുന്നത്. ഒരു ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് അല്ലെങ്കിൽ സ്ത്രീകളോടൊരു മടുപ്പ് തോന്നുന്ന കുറച്ച് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹാലിളകിയിട്ട് വരണ്ട. അതാ ഈ പറഞ്ഞ റീസൺക്ക് എൻ്റെ ലൈഫിലുണ്ടല്ലോ, അപ്പം എൻ്റെ ഭർത്താവിന് വേറെ ആരോടെങ്കിലും ബന്ധം അങ്ങനെ ഒന്നിൻ്റെ അർത്ഥമല്ല കേട്ടോ. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളോട് മടുപ്പ് വരാനുള്ള ഈ കാരണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അതാണ് കാണേണ്ടത്. ഒന്ന് തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലി കൗൺസിലിങ്ങിന് പോവുക, അല്ലെങ്കിൽ മറ്റു പരിഹാര മാർഗങ്ങൾ കാണുക. അതാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഒരു കാര്യം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ആഗ്രഹിക്കുന്ന വസ്തുക്കളല്ല പുരുഷൻ്റെ മനസ്സിലുണ്ടാവുക, അതോടൊപ്പം പുരുഷൻ ആഗ്രഹിക്കുന്നതല്ല സ്ത്രീകൾക്കും ഉണ്ടാവുന്നൊരു വ്യത്യാസമുണ്ട്. ഈ ഒരു ബയോളജിക്കൽ വ്യത്യാസം കണ്ട. അപ്പോൾ ഒരു സ്ത്രീ കരുത് എങ്ങനെയാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു ലൈഫല്ലേ എൻ്റെ ഭർത്താവ്? ഒരിക്കലുമല്ല. നിങ്ങളുടെ ഫസ്റ്റോ സെക്കൻഡോ പ്രയോറിറ്റി ഒന്നും ആയിരിക്കില്ല ഒരു പുരുഷൻ്റെ പ്രയോറിറ്റി ഉണ്ടാവില്ല. ആ വ്യത്യാസം ഉണ്ടാവും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആദ്യം ഉൾക്കൊള്ളാം. ഒന്നാമതായിട്ട്, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് കൂടുതൽ സംസാരിക്കാനില്ല. അവൻക്ക് തൻ്റെ ഭാര്യ സംസാരിക്കാനെന്ന് പറഞ്ഞാൽ പുരുഷന്മാരെല്ലാവരും ഈ ഒരു അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടം പോലെയാണ് എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പുരുഷന്മാർക്ക് പൊതുവെ കൂടുതൽ ഭാര്യയോട് അധികം സംസാരിക്കാനുണ്ടാവില്ല. അപ്പോൾ ഭാര്യക്കാണെങ്കിൽ കൂടുതൽ സംസാരിക്കാനും ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ ഭാര്യയ്ക്ക് തോന്നും, പിന്നോടൊന്നും മിണ്ടണില്ലല്ലോ, മുമ്പൊക്കെ ഒരുപാട് മിണ്ടിയിരുന്നല്ലോ, അപ്പോൾ എന്നോട് എന്തോ ഒരു അകൽച്ച ഉണ്ടോ? ഒരിക്കലുമല്ല. സംസാരിക്കാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് അകന്നതല്ല. ഒരു പുരുഷൻക്ക് സ്ത്രീയോടുള്ള അകൽച്ചയുടെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടോ നോക്കുക. ഭാര്യമാർ വീഡിയോ കാണുന്നാലേക്കുക, നിങ്ങളുടെ വാക്കുകളിൽ എപ്പോഴും നിങ്ങളുടെ ഭർത്താവിനെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ അകാരണമായിട്ട്, ഈ കാരണത്തോട് കൂടിയിട്ടാണെങ്കിലും നിങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടാണോ സംസാരിക്കണമെന്ന് നോക്കുക. അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കുന്നത് പതിവുണ്ട് എന്നുണ്ടെങ്കിൽ, അയാൾ ഇടക്കിടക്ക് റിയാക്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അകന്നിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം കിടക്കുന്നത് നമ്മുടെ കുറ്റപ്പെടുത്തലാണ്. ഒരാളും കുറ്റപ്പെടുത്തലിനെ ഒരു സന്തോഷമായിട്ട് കാണില്ല. എന്നെ ഒരാൾ നിരന്തരം കുറ്റപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിനെങ്ങനെ പോസിറ്റീവായിട്ട് കാണാം? ഒരു പക്ഷേ എൻ്റെ മേലുദ്യോഗസ്ഥനോ അല്ലെങ്കിൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആളുകളിലൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളത് ചെവി കൂടെ കേൾക്കും. ഇതേപോലെയാണ് ഈ ഭാര്യ എന്ന് പറയുന്ന അലങ്കരിക്കുന്ന ഒരാൾ എപ്പോഴും ഓരോ സംസാര രീതി കുറ്റപ്പെടുത്തുന്ന ഒരു ഭാവത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ കുറ്റപ്പെടുത്തൽ ഒരു ഭർത്താവിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആദ്യം അയാൾ റിയാക്ട് ചെയ്യുക, ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങും. ചൂടായിട്ടൊന്നും ഇതിനൊരു പരിഹാര മാർഗമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഭർത്താവ് നിശബ്ദം സഹിക്കും. ഫലം എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, തുടക്ക സമയത്ത് അയാൾ പ്രതിരോധിക്കാൻ വേണ്ടി നിങ്ങളെ വഴക്ക് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ലെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്ന പ്രകൃതം ഒന്ന് അവസാനിപ്പിച്ചാൽ തന്നെ തുറന്ന മനസ്സോടുകൂടി നിങ്ങളെ ഹസ്ബൻഡിനെ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നേരെയാക്കാൻ ശ്രമിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അയാൾ ഏത് സ്വഭാവക്കാരനാണോ, ഏത് രീതിക്കാരനാണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതിനിപ്പോൾ എന്താ പ്രശ്നം? എന്താ അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഈ രീതിയിലാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് കരുതിയാൽ പോരെ. രണ്ടാമതൊരു കാര്യം, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റെസ്പെക്റ്റ് ഇങ്ങോട്ടും തരുന്നില്ല. ഒരു ഭാര്യ എന്നുള്ള ഒരു റെസ്പെക്റ്റ് തരുന്നില്ല, നിങ്ങളെ ഒട്ടും പരിഗണിക്കുന്നില്ല. നിങ്ങൾ വെറും ആ വീട്ടിലുള്ളത് പോലും ആ ഭർത്താവ് പരിഗണിക്കാത്തൊരു പ്രകൃതം ഉണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ മനസ്സിൽ നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് റീസൺ എന്താ? പല റീസൺ ആയിരിക്കാം. ഒരു ഭർത്താവ് എന്ന നിലക്ക്, ഒരു ഭാര്യ എന്ന നിലക്ക് ആ വീട്ടിലൊരാളുള്ളത് തന്നെ ഭർത്താവ് പരിഗണിക്കണില്ല, അത് വെറും തിന്നാനും ഇതിനും വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ മനസ്സിൽ നിങ്ങളില്ല എന്നുള്ളതാണ്. അതിൻ്റെ എന്താണ് റീസൺ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അത് അയാളോട് ചോദിച്ചാൽ തന്നെ പറയാൻ കഴിയുള്ളൂ. മറ്റൊന്ന്, നിങ്ങളുടെ പ്രസൻറ്റിൽ ഭർത്താവ് ഫോൺ രഹസ്യമായി സൂക്ഷിക്കുക. അതായത് നിങ്ങൾ വരുമ്പോൾ ഭർത്താവ് ഫോൺ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫോണിലുള്ള സംസാരം പൊടുന്നനെ നിർത്തുക, അങ്ങനത്തെ വല്ല മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഫോൺ യൂസ് ചെയ്യുക,
പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടും ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. പുറത്തുനിന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഫുൾ എൻഗേജ്ഡ് ആയ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ ഒരാൾ പോലും വിളിക്കാത്തൊരു സാഹചര്യം, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ഫോൺ റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞൊരു കാര്യം കേട്ടിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ഈ രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കരുതിയിട്ട് നിങ്ങൾ അയാളെ കുറ്റപ്പെടുത്തണ്ട. സ്വാഭാവികമായിട്ടുള്ളൊരു കാരണം ഞാൻ പറയണത്, ഒന്ന്, എപ്പോഴും അയാൾ ഫോൺ ഉപയോഗിക്കും, നിങ്ങളെ കാണുമ്പോൾ ഫോണ് മാറ്റും, ഫോണിലുള്ള സംസാരം പൊടുന്നനെ നിർത്തും. അത് നമ്മൾ, കാരണം ഇതൊരു ട്രസ്റ്റാണ്. ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഭർത്താവ് ചെയ്താലും ഭാര്യ ചെയ്താലും ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അങ്ങനെ ഫോണിൽ പങ്കാളി അറിയാത്ത അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്ന് മറച്ച് വെക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ ആവശ്യമില്ല. ഈ വീട്ടിലേക്ക് വന്നാൽ പിന്നെ ഒരു ഫോൺ കോളും ഇല്ല. എന്നാൽ പുറത്തുനിന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ, ഹസ്ബൻഡിനെ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അയാൾ എൻഗേജ്ഡുമാണ്. അത് ജോലി സംബന്ധമായിട്ടുള്ള എൻഗേജ്ഡ് അല്ല കേട്ടോ. അപ്പോൾ അയാൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പറയുന്നുണ്ടാവും, ഇനി ഞാൻ വീട്ടിലാണ്, എനിക്കിനി ഫോൺ കോൾ വേണ്ട. അതോടൊപ്പം തന്നെ ഫോൺ ഒരു രഹസ്യമായിട്ട് കൊണ്ടുവെക്കുക. ഓരോരുത്തരുടെ ഫോൺ ഓരോരുത്തരുടെ രഹസ്യങ്ങൾ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഒരു ഭർത്താവും ഭാര്യയുടെ ഫോൺ നോക്കണ്ട, ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഫോൺ നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ അവകാശമുണ്ട്, എന്താ ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ ഞാൻ നോക്കില്ല, അങ്ങനത്തെ ഒരു ചിന്താഗതിയെ തെറ്റാണ്. അങ്ങനെ നിങ്ങളൊരു ചിന്താഗതി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലിടയിൽ തല്ല് മാറി നിൽക്കില്ല. നിങ്ങളെന്തിനാണ് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫോൺ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെന്തിനാണ് നിങ്ങളുടെ ഭാര്യയുടെ ഫോൺ ചെക്ക് ചെയ്യുന്നത്? ഇനി നിങ്ങളെ പറ്റിക്കാൻ പടച്ചോ കൊടുത്തോളൂ എന്ന് കരുതിയ പോരെ? ചിലരങ്ങനെയല്ല, ചിലരിത് ചെക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇതൊരു രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, ബാത്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അടക്കം ഫോൺ കൊണ്ടുപോകണമെങ്കിൽ അയാൾക്ക് മറ്റെന്തോ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അയാളുടെ മനസ്സിൽ നിങ്ങളില്ലാന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ പൊതുവായിട്ട് പറയുന്ന ചില കാരണങ്ങളാണ്. പിന്നെ ചില ആളുകളുടെ സ്നേഹം കൃത്രിമമായിട്ട് മാറാം. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പ്രകൃതം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഡ്രസ്സ് എടുത്ത് തരുള്ളൂ, അത് അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. ഇത് നിങ്ങളെ വല്ലാതെ പരിഗണിക്കുക, വല്ലാതെ സ്നേഹിക്കുക. ആ സ്നേഹത്തിൽ കൃത്രിമത്വം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ മറ്റെന്തോ ലക്ഷ്യങ്ങൾക്കാണ്, മറ്റെന്തോ ഒരു തെമ്മാടിത്തരം ചെയ്തതിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ കുറ്റബോധം തോന്നിയിട്ടായിരിക്കും ഈ ഒരു അമിതമായ അനാവശ്യ സ്നേഹം കാണിക്കുക. പിന്നെ എപ്പോഴും നിങ്ങളോടൊരു തരത്തിലും സ്നേഹമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ, എപ്പോഴും വഴക്കുകൾ പറയുക, എപ്പോഴും ഷൗട്ട് ചെയ്യുക, ഇതൊക്കെ ഒരു ഭർത്താവിൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടതിൻ്റെ അടയാളങ്ങളാണ്. ഇതില്ലാതെയാവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് ഇല്ലാതാവാൻ വേണ്ടി കുട്ടീനെ എടുത്ത് ഓടലല്ല, നമ്മളൊരു കൃത്യമായുള്ളൊരു പ്രോപ്പർ കൗൺസിലിങ്ങിന് പോയിട്ട് ഈ പ്രശ്നത്തിനൊരു കൃത്യമായുള്ള പരിഹാരം കാണാൻ ശ്രമിക്കാൻ വേണ്ടത്. നമ്മൾ ഓരോ വാർത്തകൾ നമ്മൾ കാണലുണ്ട്, അങ്ങനെ ഓടിപ്പോയി ഇങ്ങനെ ഓടിപ്പോയി, എന്നിട്ട് എന്ത് പരിഹാരമാർഗ്ഗം കാണാൻ? ഒരു പരിഹാരമാർഗ്ഗവും ഇല്ല. അതൊരു ചാനലിലെ അല്ലെങ്കിൽ വാർത്തയിൽ വരിക എന്നല്ലാതെ അതുകൊണ്ട് ഒരു നേട്ടമില്ല. അപ്പോൾ നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിച്ച് കാണാം. പിന്നെ ഭാര്യമാരുടെ മനസ്സിൽ ഭർത്താക്കന്മാരോട് വിരോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേഗം മനസ്സിലാവും. എങ്ങനെയാ വെച്ചാൽ കുട്ടികളെ ചീത്ത പറയാം, അങ്ങനെ അത് ഞാൻ ഇവിടെ പറയണില്ല, അത് എല്ലാ ഭർത്താക്കന്മാർക്കും അറിയാലോ. അപ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഉള്ളിൽ നിങ്ങളോടുള്ളൊരു സ്നേഹം നഷ്ടപ്പെടാൻ കാരണം മിക്കൊരു 90% കേസിലും ഭാര്യമാരുടെ സ്വഭാവ രീതികളിലുള്ള വ്യത്യാസമായിരിക്കാം. അവരെപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടും ഒരു സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥ. ഭർത്താക്കന്മാർക്ക്, ആണുങ്ങൾക്ക് എപ്പോഴും നല്ല സപ്പോർട്ട് വേണം. സ്ത്രീകളെ പോലെ കെയറിങ് അല്ല അവർക്ക് ആവശ്യമുള്ളത്, അവർക്ക് നല്ല സപ്പോർട്ടാണ് ആവശ്യം. ആ സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ സെക്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ പിറകെ വരുന്നുള്ളൂ. ഞാൻ ചില ലക്ഷണങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ കഴിക്കാത്തൊരു ഭാര്യയാണെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡ് നിങ്ങൾ എത്ര സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും അത് ഹസ്ബൻഡിന് ഫീൽ ചെയ്യില്ല. നിങ്ങൾ എത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളതിന് സമയം കണ്ടെത്തണം. കൂടെ ഇരുന്ന് സാവധാനം വർത്തമാനം പറഞ്ഞ് നിങ്ങൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചു നോക്കുക. ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടും. ഇതൊരു മിക്ക ഭാര്യമാരും ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വീടിന് വേണ്ടി കുറേ ഓരെന്തൊക്കെ ചെയ്യുന്നുണ്ടായിക്കോട്ടെ, ആ ചെയ്യുന്നൊന്നും ഫലം കിട്ടില്ല. നിങ്ങളുടെ ഹസ്ബൻഡ് കൂടെ ഒരു 15 മണിക്കൂർ നിങ്ങൾ സാവധാനം ഫുഡ് കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് തമാശ ചിരിച്ചിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ 100 തവണ അധ്വാനിച്ചിട്ട് എന്താ കാര്യമുള്ളത്? നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാം. ഇതിൽ എത്ര ഭാര്യമാർ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കലുണ്ട്? മിക്ക ആൾക്കാരും കഴിക്കില്ല. അത് അവിടെ തിരക്കുണ്ട്, അത് അവിടെ കുറേ പണിയുണ്ട്, ഒരു ഭയങ്കര പണിക്കാരാണ്. എന്നിട്ട് എന്താണ് ഇതുകൊണ്ടൊരു നേട്ടമുള്ളത്? ആ ഹസ്ബൻഡിൻ്റെ മനസ്സിൽ എനിക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറേയൊക്കെ നേരായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ നേരായിട്ട് മാറും എന്നുള്ളതാണ് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തിട്ടാ. എന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഒരു നല്ല ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി, അതേപോലെ ഒരു നല്ല ഭർത്താവ് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്താണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണത്. ഒരു നല്ല ഭർത്താവിനുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്താണ്? ഒരു നല്ല ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഒരൊറ്റ ക്വാളിറ്റി പറഞ്ഞാൽ മതി. ആ ക്വാളിറ്റി എന്താണെന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.